ബ്ലാക്ക് ബെയർ ആണല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണേ. ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഒരു കിഡിലും സർപ്രൈസ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ് ഇത്. രാവിലെ തൊട്ട് ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ലൊരു ലഞ്ച് തന്നെ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വാൾമാർട്ടിലേക്ക് പോയി. മകളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ചേട്ടനോട് കള്ളമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വാൾമാർട്ടിലേക്ക് പോയിട്ട് വാച്ച് വാങ്ങി വരികയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി നേരെ പോയത് ലാവാ ബെഡ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ലാവാ ബെഡിൻ്റെ സൈഡിലൊരു നല്ലൊരു സ്പോട്ടുണ്ട്. അപ്പം അവിടെ വെച്ച് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന വഴിയിൽ എന്ത് രസമാണെന്നറിയോ, ഇപ്പം ഈ മഞ്ഞൊക്കെ വീണ് ഈ മലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളൊരു ഹിമാലയത്തിൽ പോയ ഒരു ഫീലിംഗ് തന്നെയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാൻ. കാനഡയിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഏരിയകളിലൊക്കെ പോകുമ്പോഴത്തേന് പൊതുവേ ഇവിടെ നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു റൂട്ട് മാത്രമുള്ളതാണ് ഇതിൻ്റെ ഞങ്ങളുടെ ഏറ്റവും എന്താ പറയുക ഒരു സമാധാനമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് GPS ലൊക്കേഷനൊന്നും ഇടാൻ പറ്റില്ല. SOS മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ നല്ല ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ യൂഷ്വലി പോകാറുള്ളത്. അല്ലെങ്കിൽ ഇടയ്ക്കെങ്ങാനും വെച്ച് വണ്ടിയുടെ പെട്രോളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പണിക്കിട്ട് പോകും. അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ളി നല്ല മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡായിരിക്കും. ഇങ്ങനെ നേരെ അങ്ങ് ഒരു റോഡ് ട്രിപ്പ് പോലെ അങ്ങ് പോവാം. അപ്പോൾ നല്ല ലേക്ക് കണ്ണാടിയൊക്കെ വെച്ച് സെറ്റപ്പാണല്ലോ. ഇവിടെ തണുപ്പുള്ള ദിവസം എന്നാ മോനെ തണുപ്പുണ്ടോ? ഇങ്ങനെ ഒരു സർപ്രൈസ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം 21st മഹലിൻ്റെ ബർത്ത്ഡേ. ഞങ്ങളിത് 20th ഈവനിങ് ആണ്, ഇവിടുത്തെ 20th ഈവനിങ് ആണ് സെലിബ്രേറ്റ് ചെയ്തത്. കാറിൻ്റെ ബാക്കിൽ നിന്ന് ബലൂൺസൊക്കെ പുറത്ത് വന്നപ്പോൾ പെട്ടെന്ന് ചേട്ടൻ വിചാരിച്ചത് മോൻ്റെ ബർത്ത്ഡേ 24th ആണ്. അപ്പോൾ അതിനു വേണ്ടി വാങ്ങി വെച്ച ബലൂൺസ് പുറത്ത് വന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. വിചാരിച്ചാലല്ല നല്ലതാണോ. ബോധം കേട്ടോ. ഇത്രയും സൈസ് വേണം. എന്തായാലും രസമുണ്ട്. ചെക്ക തിന്നാൻ കൊതിയാന്നോ? അല്ല, ഒരു ഗസ്റ്റ്, നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് വന്ന ഗസ്റ്റ് ആയിരിക്കും. ദേ മരത്തി കയറി അണ്ണാന്റെ ജീവിയിൽ വരും. ഞാൻ അതിനെ പറ്റി റിസർച്ച് ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. മോനെ വേണ്ടെന്ന്. മോൻ കുറച്ചേരം അവിടെ നിൽക്കുന്നു. അച്ഛനാണ് കൂടുതൽ വിളിക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്നാൽ ഈ കുഴിയിലൊന്നും വീഴാൻ നോക്കിക്കോണം കാല്, അതാണ് ഡേഞ്ചറസ്.
ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള 250 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ആളുകളും വില്ലേജസും ഈ വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഏതാണ്ട് 2 വില്ലേജസും മോർ ദാൻ 2000 പീപ്പിളുമാണ് മരിച്ചതായിട്ട് റിസർച്ച് കാണിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. പതഞ്ഞു വാങ്ങുന്ന അതാ രസം. പ്ലാസ്റ്റിക് ഡ്രസ് പിന്നെ അലക്കന്നെ സോപ്പൊക്കെ കാണും സൈഡില്. കണ്ടോ അതെന്ത് രസല്ലേ, കല്ല് പോലെ കിടക്കുക. മഞ്ഞല്ലിത് എന്തോ ഒരു വീടല്ലേ? ആ മല, നല്ല വ്യൂ അല്ലേ? ആ ശരിയാ, ഈ സാധനം വന്നപ്പോഴത്തേന് വ്യൂ നല്ല കളർ. ഇതിനകത്ത് എടുത്ത് ഞാൻ അയച്ചു തരാം. ആകാശോ നമ്മളത് കരടീനെ കണ്ടു കാണാൻ പോവുകയാണ്. ഞാൻ കാണിക്കാം കിട്ടുകയാണെങ്കിൽ. അയാള് വേണ്ട സാധനം ഇട്ട് ഓടിച്ച്. സൂപ്പറല്ലേ, കിട്ടി. അയ്യോ ഇത് ബ്ലാക്ക് ബെയർ ആണല്ലോ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. നീ വിളിക്ക, എനിക്ക് ഞാൻ വീഡിയോ എടുക്കുമല്ലേ. കുഞ്ഞുങ്ങള് ഏത് മരം കേറുന്ന അടിപൊളി. ചെറിയ അടുത്ത് ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നത്. പേടിയില്ല, കിട്ടി സത്യം. അത് എഴുന്നേറ്റും തന്നു കിഡു. തൊടാൻ തോന്നുന്നു എനിക്കതിന്. നമ്മള് ടെഡ്ഡി ബിയറിനെ പോലെ ഉണ്ട്. നിനക്ക് കാണാൻ പറ്റത്തില്ല, ഞാൻ ഇരിക്കുന്നുണ്ട്. ബൈ ബൈ ബൈ. കൊച്ചുങ്ങളായിട്ട് പോകാൻ തോന്നുന്നേ. നമ്മൾ അങ്ങനെ അടുത്ത് ബിയറിനെ കണ്ടു. ബെയറിനെ കണ്ടു. ഇത്രയും അടുത്തത് ഇത് ഭയങ്കര ഒരു നല്ലൊരു എന്നുവെച്ചാ, സാധാരണ ഇവിടുത്തെ ബെയറൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അല്ലെങ്കിൽ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പം മൊമെന്റ് ഒക്കെ ഉണ്ടാവുമ്പം ഒരു ചെറിയ അതെ ഓടും. നമ്മൾ ചെല്ലും, അപ്പൊ ഞങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനൊന്നും കിട്ടത്തില്ല. പക്ഷെ ഇത് ഞങ്ങള് 2 കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടും അത് അവിടെ പോകാതിരുന്നു. അതാണ്, അതിനൊരു അനക്കവും ഇല്ല. സീരിയസ്ലി ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് അത് ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുമ്പോഴെന്താ അവിടെ നിന്ന് പോകാനൊന്നും തോന്നില്ല. കണ്ടോണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നുക. ഞാൻ പറയുന്നു പോയി ഒന്ന് തലോടാനൊക്കെ തോന്നുന്നത്. കടിച്ചു കീറിത്തരും. അയ്യോ
രസം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പം ടാറ്റാ.